ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ ജനറൽ സർവീസ് ആയിട്ട് വർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് 69,000 കിലോമീറ്റർ ഓടിയാൻ വേണ്ടി 69,041 കിലോമീറ്റർ ഓടിയതാണ് ഇപ്പോൾ മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചാണ്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറയുമ്പോൾ സെൽഫ് ചെക്കപ്പ്, സെൽഫ് വർക്കുള്ള കീ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റണം. സീറ്റ് ലോക്ക് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് സൗണ്ട് ഉണ്ട്, മൺകാട് പൊട്ടി കിടക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ, അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ ജനറൽ സർവീസ്, സ്ലോ സ്പീഡിൽ ഇടയ്ക്ക് സൗണ്ട് വരുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, സീറ്റ് ഓവർ മാറ്റുക, അങ്ങനെ കുറച്ച് വർക്കുകളാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ ഓൾറെഡി നമ്മൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് മൺകാടൊക്കെ പൊട്ടി കിടക്കണതിൻ്റെ സൗണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് വണ്ടിക്ക് മൊത്തത്തിലൊരു പിടുത്തം, എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു പിടുത്തം പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അതായത് ഓയിൽ ലൂറിക്കേഷൻ ചിലപ്പോൾ നിലവിൽ വണ്ടിയിൽ ഓയിലില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ കീസെറ്റിന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ കീസെറ്റ് മാറണം. നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ വയറിങ്ങിൻ്റെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. വയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേണ്ടതായിട്ടുണ്ട്. വയറിംഗ് കിറ്റിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അപ്പോൾ ഒന്ന് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ചിടാം, ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഫുള്ള് പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ടാണ് പ്ലഗ് എന്ന് പറഞ്ഞത് കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമാണ്. അപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് സെക്കൻഡറി ഫിൽറ്റർ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിയിടണം കേട്ടോ എന്തെങ്കിലും. പിന്നെ നമുക്ക് ക്ലച്ച് സൈഡ് നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചു. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുമ്പോൾ CVT ക്ലച്ചാണ് വരാം. അപ്പോൾ നമുക്കത് മാനുവലായിട്ട് അയച്ച് ഗ്രീസിങ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് ആ ഭാഗങ്ങൾ ഉള്ള ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനും പറ്റും. അതിന് വേണ്ടിയിട്ട് അഴിക്കണം. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഏത് സൈഡിലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പുറത്തേക്ക് ചാടാനും മാത്രമായിട്ടില്ല, ആരംഭമാണ്. തുടക്കത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ അഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ഓയിൽ പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. കയറി ഇറങ്ങി മറിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷണം നോക്കി നമുക്ക് അതിൻ്റെ ഇതുമ്മ ടച്ച് ആവുന്നുണ്ട്. ഇതുമ്പോൾ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് വന്നാണ്. ഇത് ബെൻഡെക്സ് യൂണിറ്റ് ആണ്. ആ പ്ലേറ്റ് ഓൾറെഡി എടുത്ത് കളഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ അത് മുരച്ചിൽ വരും. അപ്പോൾ അത് വരുന്നത് കൊണ്ടാണ് ആ സംഭവം മാറ്റേണ്ടി വന്നേക്കണേ. അപ്പോൾ ക്രാങ്ക് ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഓയിൽ സീലൊന്ന് ചേഞ്ച് ആക്കിയിടാം. പിന്നെ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോർമൽ ടൈമാണുള്ളൂ. ബെൻഡെക്സ് ആയാലും ഏകദേശം അതിൻ്റെ ഒരു കംപ്ലൈൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. കാരണം പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങിപ്പോകണം. അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം ഇപ്പം നമ്മളിപ്പോൾ ബാക്കിയത്തെ വയറിങ്ങിൻ്റെ കേസ് റെഡി ആക്കിയാലും ബെൻഡെക്സ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സെൽഫ് പ്രോപ്പറായിട്ട് വർക്കാവില്ല. അപ്പോൾ ബെൻഡെക്സ് മാറ്റിയിടണമാണ് ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ബെൻഡെക്സ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. കാരണം ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ സെൽഫ് അടിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് കയറി വരും, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അതേപോലെ നിങ്ങൾ തിരിച്ചിറങ്ങി പോകണം, ഇതേപോലെ ഇറങ്ങി പോകണം. ആ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കണില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റിൻ്റെ പറയുന്ന പീസ് സ്ലൈഡർ പറഞ്ഞ ഐറ്റംസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് കൂടി നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ചെയ്യാനുണ്ട്, ഓയിൽ സീൽ മാറ്റാനുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നോക്കുമ്പോൾ ബെൽറ്റും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. കാരണം ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കിയാൽ നമുക്ക് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം, ഈ ഭാഗങ്ങളൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകാവുന്നൊരു സ്റ്റേജിലാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പക്ഷേ അതിൻ്റെ ലൈഫ് ഇതാണ് പറഞ്ഞത്, നിലവിൽ അത്യാവശ്യം പൊട്ടലാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ ഓയിൽ സീൽ ലീക്ക് ആയിക്കണേ കാണുന്നത്. അപ്പോൾ കവർ ഗ്യാസ്കറ്റ് മാറ്റി മൗണ്ട് റോവർ മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ എത്ര ബലം പിടിച്ചിരുന്ന വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷനാണ്. കാര്യം ഫ്രീ പ്ലേ ഉണ്ട്, പക്ഷേ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ആയിക്കണം. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബലം പിടിച്ചിരുന്ന വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല, നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് വിടണമായിരിക്കും കുറേ കൂടി നല്ലത്. ഞാൻ എസ്റ്റിമേറ്റിൽ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിന് ശേഷം അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു പോകണം ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതായത് ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. ഇതൊന്ന് മാറ്റിയിടണം. ലിങ്ക് ബുഷ് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി.
പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിന്റെ കേബിൾ ആണെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ഒരു കേബിള് 2 മോട്ടർ പൊട്ടിയ അവസ്ഥയാണ് ഫ്രണ്ടിലത്തെ കേട്ടോ. അപ്പൊ അത് ക്ലിയർ ചെയ്ത് ഇടേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ പുതിയ ലൈനർ കിടക്കണേ, പുത്തൻ ലൈനറാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വയറിങ്ങിന്റെ കേസ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. വയറിങ് കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ല, ഇടയ്ക്കുന്ന ലൈനൊക്കെ കട്ടായേക്കാണ്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് സെൽഫിന്റെ കേസ് റെഡിയാക്കാനായിട്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ഞാൻ അതിന്റെ വോൾട്ടൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.72. ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ വയറിങ് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റ് മാറ്റാനുണ്ട്, പ്ലഗ് മാറ്റിയിടണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് എഞ്ചിൻ ഓയിലിൻ്റെ കേസ്. എഞ്ചിൻ ഓയിൽ നമ്മുടെ വണ്ടിയിൽ ആകെയുള്ള ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു 50 ml ഓയിലാണ് നിലവിലുള്ളൂ. അപ്പം ഇത് ഇത്രയും ഓയില് കുറയണമെങ്കിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഓയിൽ ലീക്കായിട്ട് പോകണം, അതല്ലെങ്കിൽ ഓയിൽ കത്തിപ്പോകണം. ഇതിപ്പോൾ ഇത്ര ഓയിൽ ലീക്ക് ആവാനായിട്ട് പ്രത്യേകിച്ച് കാരണമില്ല. കാരണം ഞാൻ ചെറിയ ലീക്കേജ് ഒക്കെ നമ്മുടെ വണ്ടിക്ക് ഉള്ളൂ, അതപ്പോൾ കത്തി പോണത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ വണ്ടിക്കും ചെറുതായിട്ട് പുകയുടെ പ്രശ്നമുണ്ട്. അപ്പം നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വണ്ടി ഉപയോഗിച്ചിട്ട് 1000 കിലോമീറ്റർ ഓടുമ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ കണക്ക് കൂട്ടാം. മാസത്തിലൊരിക്കൽ നോക്കാം. കിലോമീറ്റർ നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 1000 കിലോമീറ്റർ കണക്കാക്കിയിട്ട് ഓയിൽ നോക്കാം. ഒന്നാലും നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നോക്കാവുന്നുള്ളൂ ലെവൽ കുറയുണ്ടോ എന്നുള്ളത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കൈയോടെ നമുക്ക് ചെക്ക് ചെയ്ത് തരാം. ലെവൽ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് ഓടിയാനായിട്ടില്ല. അപ്പോൾ ഈ കണ്ടീഷനിൽ വണ്ടി ഒരു 2 ദിവസം കൂടി വണ്ടി ഓടിയായിരുന്നെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് എഞ്ചിൻ നിൽക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഓയിൽ ലെവൽ ഇല്ലാതെ വണ്ടി ഓടിയത് കൊണ്ട് തന്നെ പിസ്റ്റൺ സിലിണ്ടറിനൊക്കെ സ്ക്രാച്ച് ഓൾറെഡി ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് വരുന്ന പുകയുടെ പ്രശ്നമൊക്കെ പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഓയിൽ ഇല്ലാത്തത് കൊണ്ട് സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡയറക്റ്റ് സ്ക്രാച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വരുമെന്ന് ഉറപ്പല്ല ഞാൻ പറയണേ, ഒരു പക്ഷേ സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇന്നുണ്ടായിക്കണമെന്നില്ല, ഇന്ന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ചിലപ്പോൾ 2-3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പുകയുടെ പ്രശ്നം നല്ല രീതിയിൽ വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പം അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. എപ്പോഴും നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ലെവൽ ചെക്ക് ചെയ്യുന്ന കേസ് മറക്കരുത് കേട്ടോ, അത് പ്രത്യേകം നോക്കിക്കോണം. പിന്നെ ഉള്ളത് ടീസെറ്റിൻ്റെ കേസ് വെക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം. നമുക്കതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.